അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. മിൽക്ക് ബണ്ണ്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈസ്റ്റ് എന്നൊന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ സാധാ ഇൻഗ്രീഡിയൻസ് തന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്വീറ്റ് ബൺ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരുപാടൊന്നും മെനക്കേടില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ബണ്ണ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ബൗൾസിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രോസസ് വെച്ചാൽ ഈ ബണ്ണ് എല്ലാ ബൗൾസും ഒന്ന് ഓയിൽ പറ്റി ഗ്രീസ് ചെയ്ത് വയ്ക്കുക. എല്ലാ സൈഡും ഒന്ന് ഓയിൽ പറ്റി ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഇതിനി മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ബൗളെടുക്കുക. ഇതിലോട്ട് ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് ഇത് 1 കപ്പ് മൈദയാണ്. 250 ml കപ്പാണ്. അപ്പോൾ 1 കപ്പ് മൈദ, ഇതൊരു 1/4 കപ്പ്. അപ്പോൾ മൊത്തം ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറാണിത്. ഇത് ഓപ്ഷനാണ്, പക്ഷെ ഇത് ആഡ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന ബണ്ണ് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗറാണ്, പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണ്, 2, 3. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം നന്നായി സീവ് ചെയ്യുക. എല്ലാം സീവ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യേണ്ടത്. 3 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരാവരുത്, ഫ്രഷ് ആയിട്ടുള്ള തൈരാവണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തു. 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. 1 പിഞ്ച് ഉപ്പും ഫൈനലി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും ഓയിലും തൈരൊക്കെ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും. ഇതെല്ലാം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പാലെടുത്തുള്ളത് 1 കപ്പോളം പാലുണ്ട്. ചെറിയ ചൂടുള്ള പാലാട്ടോ. അപ്പോൾ നമ്മൾ കയ്യിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ചൂടുള്ള, ഒരുപാടൊന്നും ചൂടില്ല. ഇത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇത് കുഴക്കരുത്. ചപ്പാത്തിൻ്റെ മതി, നമുക്ക് എന്തെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കരുത്, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഞാനിരിക്കും. അങ്ങനത്തെ ഒരു ബാറ്റർ വേണ്ടി തൊട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബാറ്ററാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു, അതിന് 1/2 കപ്പ് ഇപ്പോൾ യൂസ് ആക്കിയുണ്ട്. ബാക്കി 1/2 കപ്പ് അതിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പത്തിരിയൊക്കെ പരത്തുന്ന പലകെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ കയ്യിൽ നിന്ന് ഓയിലിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബാറ്ററി ഇട്ട് നമ്മളെ ഈ ബാറ്ററി ഇതിലോട്ട് മാറ്റാം. ഇപ്പോൾ എല്ലാം ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. കുഴക്കരുത്, ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് റോൾ ചെയ്യുക. പിന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഞാൻ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ബൗളിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര വലിയ സൈസിൻ്റെ ബണ്ണാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് മാവ് ഡിവൈഡ് ചെയ്യുക. ഈ പോർഷൻ കയ്യിലിങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത ബൗളില്ലേ അതിലോട്ട് ഇറക്കി വയ്ക്കും.
അപ്പോൾ കംപ്ലീറ്റ് ഡോനെ ഞാൻ 5 ബോളിൽ ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യണം. അപ്പോൾ ഗ്യാസിൽ അടിക്കട്ടിയിൽ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ചൂടായിട്ട് ഇത് അതിനകത്ത് ഞാനിങ്ങനെ ഒരു വയർ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ ഓരോ ബൗൾസ് വയ്ക്കാം. ഈ ബൗൾസ് വയ്ക്കുമ്പോൾ ഒന്ന് നമുക്ക് ഇതിൻ്റെ മേൽ കൂടി ഓയിൽ തടവി കൊടുക്കണം. അപ്പോൾ എല്ലാ ബൗൾസും അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം എല്ലാം ഒരേ ലെവലിലെല്ലാം കൊള്ളില്ല. അപ്പം ഞാൻ ഒന്ന് ഇതിൻ്റെ മേലോട്ട് വയ്ക്കാം കേട്ടോ. ഇനി ഒരു 20 മിനിറ്റോളം ഇത് സിമ്മിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്യണം. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതൊരു തീൻ്റെ കത്തുന്ന ബർണറിൻ്റെ തീൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ലിഡിട്ട് മൂടിയിട്ട് ഒരു 15-20 മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്ത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തം 30 മിനിറ്റോളം എടുത്തത് ബേക്ക് ആവാണ്. അപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബൗളെടുക്കും. പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ആയി കിട്ടുന്നുണ്ട്. ഒരുപാട് സമയം എടുക്കില്ല. ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. ബണ്ണ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നല്ല ലെയേഴ്സായിട്ട് സോഫ്റ്റ് സ്പഞ്ചി ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു സൈസ് ചെറുതാണ്, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൂപ്പർ സോഫ്റ്റ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.